പിരിച്ച പണം മുഖ്യ യൂത്ത് കോൺഗ്രസിന് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐ നാട്ടിലെ ജനങ്ങളോട് പൈസ തെണ്ടി മണി ഓർഡറായി രാഹുൽ ഗാന്ധിക്ക് അയച്ചു കൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി മണി ഓർഡറായി അയച്ചു കൊടുക്കുന്ന പൈസ ഈ അബിൻ വർഗിക്ക് അയച്ചു കൊടുത്താൽ അതും മുക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ രാഹുൽ ഗാന്ധിക്ക് രേഖാമൂലം പൈസ അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പത്തനംതിട്ട നഗരത്തിൽ നടത്തിയ സമരം കുടിൽ കെട്ടിയൊരു സമരമാണ് ഞങ്ങൾ നടത്തിയത്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് വയനാട് ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ച പണം എവിടെ എന്നാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ഉയർത്തുന്ന മുദ്രാവാക്യം. ഇത് കേരളത്തിലെ ജനങ്ങളുടെ ഉയർത്തുന്ന ചോദ്യമാണിത്. യൂത്ത് കോൺഗ്രസിനോട് വയനാട് ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ച പണം എവിടെ? കേരളത്തിൽ ദുരന്തബാധിതരുടെ പേരിൽ ശവകൂമ്പാരങ്ങൾ കാണിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ പണം പിരിച്ചത്. ആ പണമാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇപ്പോൾ തട്ടിയെടുത്തിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ കാര്യത്തിലും കോൺഗ്രസ് പാർട്ടിയിലും യൂത്ത് കോൺഗ്രസിലും വലിയ തർക്കമുണ്ട്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് ചർച്ചയിലും സീറ്റ് വിഭജനത്തിലും ഒക്കെ വലിയ ചർച്ചയായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ തർക്കങ്ങളാണ് ഒക്കെ ഉണ്ടായിരുന്നത്. എല്ലാ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വലിയ തർക്കങ്ങളാണ് ഉണ്ടാവുന്നത്. തമ്മിലടി ഉണ്ടാകാറുണ്ട്, പരസ്പരം അടിക്കാറുണ്ട്, കലഹിക്കാറുണ്ട് യൂത്ത് കോൺഗ്രസ്. പക്ഷേ ഈ ഫണ്ട് മുക്കുന്ന കാര്യത്തിൽ യൂത്ത് കോൺഗ്രസിന് തർക്കവുമില്ല. കാര്യം എന്താ? യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തുല്യമായി അത് വീതിച്ചെടുത്തു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ കാര്യത്തിൽ തർക്കമുണ്ടായേനെ. അതുകൊണ്ടാണ് അബിൻ വർക്കിയും രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ തർക്കം ഉണ്ടാകാഞ്ഞത്. അപ്പൊ തുല്യമായി പരാതിയില്ലാതെ അവർ വീതം വെച്ചെടുത്തു. അപ്പൊ അബിൻ വർക്കി ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ആറന്മുള നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഉപയോഗിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോ ഈ നാട്ടിൽ വയനാട് ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ച പണം മുഖ്യ യൂത്ത് കോൺഗ്രസിന് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐ നാട്ടിലെ ജനങ്ങളോട് പൈസ തെണ്ടി മണി ഓർഡറായി രാഹുൽ ഗാന്ധിക്ക് അയച്ചു കൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി മണി ഓർഡറായി അയച്ചു കൊടുക്കുന്ന പൈസ ഈ അബിൻ വർഗിക്ക് അയച്ചു കൊടുത്താൽ അതും മുക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ രാഹുൽ ഗാന്ധിക്ക് രേഖാമൂലം പൈസ അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്.